CPIM വേണ്ടി തെരുവിൽ പണിയെടുക്കുന്ന ഒരു സ്ത്രീയാണ്. CPIM കൊടി പിടിച്ച് തെരുവിൽ പ്രകടനം നടത്തുന്ന ഒരു സ്ത്രീയാണ്. ഏത് CPIM? ഇവിടത്തെ പോലെ അധികാരസ്ഥാനത്തുള്ള CPIM അല്ല. ഒരു MLA പോലും ഇല്ലാത്ത CPIM, ഒരു അധികാരവുമില്ലാത്ത, ഒരു ശക്തിയുമില്ലാത്ത CPIM വേണ്ടിയിട്ട് അവിടെ പണിയെടുക്കുന്ന ഒരു ചലച്ചിത്ര പ്രവർത്തക ഇവിടെ രഞ്ജിത്തിനെതിരെ പരാതി കൊടുക്കുകയാണ്. രഞ്ജിത്ത് എപ്പോഴാണ് CPIM ഭാഗമാകുന്നത്? അധികാരത്തിൻ്റെ CPIM അധികാര ശക്തിയായിരിക്കുമ്പോഴാണ് CPIMമായിട്ട് രഞ്ജിത്ത് ചേരുന്നത്. ഞാൻ 77 SFIയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് മറ്റേ കൂകിയ സന്ദർഭത്തിൽ പറയുന്നുണ്ട്. അത് ആർക്കും അറിയില്ല അത് ഏതാണ് കാലം എന്നുള്ളത്. പക്ഷേ അധികാരത്തിലില്ലാത്തപ്പോഴും CPIM വേണ്ടി കൊടിപിടിക്കുന്ന ഒരു ചലച്ചിത്ര പ്രവർത്തക താൻ ലൈംഗികമായി അതിക്രമത്തിന് വിധേയരായതായിട്ട് പരാതി കൊടുത്തപ്പോൾ ഈ ഭരണകൂടവും ഈ ഇരട്ടച്ചങ്ങൻ പോലീസും എന്ത് സമീപനം സ്വീകരിച്ചു നമുക്കറിയാം. അതിൻ്റെ തുടർച്ചയിലാണ് അതേക്കാൾ ഗുരുതരമായ ആരോപണമായിട്ട് ഇപ്പം ഒരു സ്ത്രീ, ഒരു ചലച്ചിത്ര പ്രവർത്തക, സിനിമാ നടി രംഗത്ത് വരുന്നത്. ഞാൻ വിചാരിക്കുന്നു പോലീസ് സ്വതന്ത്രമായി പ്രവർത്തിച്ചു, പുരോഗമന രാഷ്ട്രീയ ശക്തിയുടെ നിയന്ത്രണത്തിൽ നിന്ന് കുതറി സ്വതന്ത്രമായി പോലീസ് പ്രവർത്തിച്ചതുകൊണ്ട് ആ മനുഷ്യൻ ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. ഒരു കാവ്യനീതിയാണ് സംഭവിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.